ലോകകപ്പിൽ ഏറ്റവും ആരാധകരുള്ള ടീമിലൊന്നാണ് പോർച്ചുഗൽ. ഗ്ലാമർ താരം നായകൻ റൊണാൾഡോയും 6 പതിറ്റാണ്ടിലേറെയായി ലോകകപ്പ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ലോക കിരീടം നേടാനാകാത്തതിലാണ് പറങ്കിപ്പടിയുടെ ഒരു ദുഃഖം എന്ന് പറയുന്നത്. പോർച്ചുഗൽ മത്സരം ഇന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രി 10:30-ക്കാണ് കോങ്കോയുമായുള്ള അവരുടെ മത്സരം. കാൽപന്ത് കളിയുടെ സൗന്ദര്യം വീറും വാശിയുമേറിയ പോരാട്ടമല്ല. ഏതു വിധേനയും എതിരാളികളെ കീഴ്പ്പെടുത്താമെന്ന ചിലരുടെ ശൈലികൾക്ക് മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കളി കാണാൻ ഒരു ഭംഗിയുമുണ്ടാകും. പുൽത്തകിടിയിലെ ചടുല നീക്കങ്ങളിലൂടെയുള്ള പ്രതിരോധവും മുന്നേറ്റവുമാണ് പോർച്ചുഗലിനെ മറ്റുള്ള ടീമുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. തലങ്ങും വിലങ്ങും അളന്നുകുറിച്ചുള്ള പാസുകളും ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റവുമാണ് പോർച്ചുഗലിന്റെ കളി കാണാൻ ഇത്ര ആരാധകരും ആവേശവും ഉണ്ടാകുന്നതും. കപ്പ് നേടുക എന്ന വലിയ ലക്ഷ്യത്തിനു മുമ്പ് ഓരോ മത്സരങ്ങളിലും മികവ് കാട്ടുക എന്നതാണ് പോർച്ചുഗലിന്റെ ലക്ഷ്യം. അങ്ങനെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുക, പിന്നെ നോക്കൌട്ടിൽ മത്സരിക്കുക, ഒടുവിൽ ഫൈനൽ. അങ്ങനെയാണ് പോർച്ചുഗലിന്റെ ഇത്തവണത്തെ ലോകകപ്പിലെ അടവ് നയം. പോർച്ചുഗലിന് ഇക്കുറി 12 പേരാകും കളത്തിലുണ്ടാകുക. 12ാമന്റെ സാന്നിധ്യം പക്ഷേ കളത്തിലിറങ്ങുന്ന ആ 11 പേരുടെ കൈത്തണ്ടയിലാകും. ഡിയേഗോ ജോട്ടയുടെ ഓർമ്മകളിൽ ലോകകപ്പിനിറങ്ങുന്ന ടീം പോർച്ചുഗൽ അവരുടെ പ്രിയ താരത്തിന്റെ പേരെഴുതിയ ആംബാൻഡ് ധരിച്ചാവും കളത്തിലിറങ്ങുക. കഴിഞ്ഞ വർഷം ജൂലൈയിലെ കാറപകടത്തിലാണ് ജോട്ട മരിച്ചത്. ഇക്കുറി ലോകകപ്പ് നേടാൻ ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമാണ് പോർച്ചുഗൽ. മധ്യനിരയാണ് അവരുടെ കരുത്ത്. ബെൽജിയത്തിന് ലോകകപ്പിൽ 3ാം സ്ഥാനം നേടിക്കൊടുത്ത പരിശീലകൻ റോബർട്ടോ മാർട്ടിനസിന്റെ കീഴിലാണ് ടീം പോർച്ചുഗൽ എത്തുന്നത്. നേഷൻസ് ലീഗ് നേടിയാണ് ടീമിന്റെ വരവ്. ഗോൾ കീപ്പർ ഡിയേഗോ കോസ്റ്റയിൽ നിന്ന് തുടങ്ങുന്നതാണ് പോർച്ചുഗലിന്റെ പടയൊരുക്കം. ന്യൂനോ മെൻഡസും ജോവോ കൺസലോയും പ്രതിരോധ കോട്ടയുടെ ഇരുവശങ്ങളിലുമുണ്ടാകും. റൂബൻ ഡയസും ഇനാസിയോയും കോട്ടയുടെ ഹൃദയഭാഗത്തും നിലയുറപ്പിക്കും. മധ്യനിരകളിൽ ജോവോ നെവിസും ബ്രൂണോ ഫെർണാണ്ടസും വിറ്റിഞ്ഞയും ചെറുത്തുനിൽപ്പിന് ഉണ്ടാകും. മുന്നേറ്റ നിരയിൽ പെഡ്രോ നെറ്റോയും ബെർണാഡോ സിൽവയും റൊണാൾഡോയും അണിചേരും. ാം വയസ്സിൽ തന്റെ കരിയറിലെ 6ാം ലോകകപ്പിനിറങ്ങുന്ന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പോർച്ചുഗൽ ടീമിനെ നയിക്കുന്നതും. 6 വ്യത്യസ്ത ടൂർണമെന്റുകളിൽ കളിക്കുന്ന ആദ്യത്തെ ഫുട്ബോൾ താരമെന്ന ചരിത്ര നേട്ടവും ഇതിലൂടെ റൊണാൾഡോയ്ക്ക് സ്വന്തമാണ്. 5 ലോകകപ്പുകളിലായി 22 മത്സരങ്ങളിൽ കളിച്ച റൊണാൾഡോ 8 ഗോളുകളാണ് നേടിയത്. ഈ ലോകകപ്പോടെ കരിയറിന് വിരാമമിടാമെന്ന പ്രതീക്ഷയിലുമാണ് റൊണാൾഡോ. യൂറോ കപ്പും യുവേഫ നാഷൻസ് ലീഗ് കിരീടവും നേടിയിട്ടുണ്ടെങ്കിലും പോർച്ചുഗലിന് ഇതുവരെ ലോക കിരീടം നേടാനായിട്ടില്ല. 1966-ലാണ് പോർച്ചുഗൽ ആദ്യമായി ഫിഫ ലോകകപ്പിൽ പന്ത് തട്ടിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.